നിങ്ങളുടെ കയ്യിൽ പഴയ പട്ടുസാരികളുണ്ടോ? പട്ടുസാരികൾ എടുത്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളിത് ഉരച്ച് നോക്കിയിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40,000, 50,000, ലക്ഷങ്ങൾ. ഈ സാരിയുടെ മറവിൽ വേറെന്തോ വലിയ അധോലോക ബിസിനസ് ആയിരിക്കും നടത്തുന്നത്. ഇത് എന്തമാതിരി സാരി എടുക്കും സാർ? பட்டு வெள்ளி கசவா மாத்தம் தான் சார் எடுக்கும். ஓகே ஓகே, அது நமக்கு செக் பண்ண முடியுமா? ஏன்னா இங்க இருந்து அங்க வர 80 கிலோமீட்டர். എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ പ്രധാന വിഷയം എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡിസൈൻസിൻ്റെ ബൊട്ടീക്കിൻ്റെ അടിവാരം തോണ്ടിയ ഇറ്റ്സ് മീ കൺമണി ഒരു 4-5 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട് ഞാനത് റെസ്പോണ്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ അപ്പോൾ ഒരുപാട് പേര് അതിനെ പിന്നെ പ്രൊമോട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പിന്നെ ഒന്ന് റിയാക്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഒരു രസം. ഏതായാലും നമുക്ക് കൺമണിയുടെ വീഡിയോ കാണാം. കൺമണിയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ടൊരു പ്രൊമോഷൻ കാണുമല്ലോ, നിങ്ങളുടെ കയ്യിൽ പഴയ പട്ടുസാരികളുണ്ടോ? പട്ടുസാരികൾ എടുത്തിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളിത് ഉരച്ച് നോക്കിയിട്ട് വെള്ളം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40,000, 50,000, ലക്ഷങ്ങൾ കൊണ്ടുപോകും. പഴയ സാരി വന്ന് കൊണ്ടുവന്നു കീറുതായാലും കൊണ്ടുപോക്കോ. ഈ സാധനമാണ് സംഭവം. അപ്പോൾ കൺമണി ഇതുമായിട്ട് അവിടെ പോകുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. പോയതിന് ശേഷം അവർ ആട്ടിപ്പ് അയച്ചു. ഈ ആട്ടിപ്പ് അയച്ചതുമായി ബന്ധപ്പെട്ട് കൺമണി പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേട്ട് നോക്കാം. പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സാരി കണ്ടപ്പോഴേ അവര് പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല. ഞങ്ങൾ കൊണ്ടുപോയി സാരി അത് കാണിച്ചതാണ്. അവർ ഒരച്ച് നോക്കിയില്ല, കണ്ടപ്പോഴേ പറഞ്ഞ് എടുക്കത്തില്ല. ഒരച്ച് നോക്കിയിട്ടാണ് പറയുന്നെങ്കിൽ കുഴപ്പമില്ല, അവർ ഒരച്ചില്ല. ഇത് കണ്ടപ്പോഴേ പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല. ഈ സാരി എത്രയാ? 12,000. ഇത് 12,000 രൂപയുടെ സാരിയാണ്. കിങ്ങിണിയുടെ കല്യാണ സാരി. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമോ, ഇത്രയും രൂപയുടെ സാരിയല്ലേ, അപ്പൊ എടുക്കുമോ എന്ന് അറിയാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. എടുക്കുമെങ്കിൽ നല്ല കാര്യം, നമ്മൾ കൊടുക്കത്തില്ല, എടുക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. ഇത് എടുക്കുമോ നോക്കാൻ കൊണ്ടുവന്നപ്പോൾ ഈ 12,000 രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് എടുക്കത്തേ ഇല്ല, ഒരു ടെസ്റ്റാണ് കൊടുത്തത്. പിന്നെ ഇത് അമ്മയുടെ കല്യാണ സാരി കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണ സാരി. ഇത് കണ്ടപ്പോഴും പറഞ്ഞു ഇത് വേണ്ട, ഇത് എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു. ഒന്നും ഉരച്ച് നോക്കിയിട്ടില്ല. അതല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് നോക്കാം, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കണമല്ലോ, അതുപോലും നോക്കിയിട്ടില്ല. പിന്നെ ഇതും കല്യാണ സാരിയാ. ഇത് 9,000 രൂപ സംതിങ്ങിന്റെ സാരിയാ. ഇതെല്ലാം അവര് കണ്ടപ്പോഴേ നമ്മളോട് പറഞ്ഞില്ലേ എടുക്കത്തില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരച്ച് നോക്കി. വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാവരും ഉരച്ച് നോക്കുന്നുണ്ട്. ഉരച്ച് നോക്കിയിട്ട് ഇത് ചെമ്പാ, ഇത് വെള്ളിയ, അങ്ങനെ ഇതൊന്നും ഉരച്ചു പോലും നോക്കിയില്ല. ഉരച്ചു പോലും നോക്കാതെ പറയാ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് കൺമണി ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഒന്ന് ഉരച്ചോര് നോക്കിയില്ല. വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആ ചേച്ചിയൊക്കെ ഒത്തിരി ദൂരെ നിന്ന് വന്ന് അവരൊത്തിരി നിർബന്ധിച്ചപ്പോൾ ഉരച്ച് നോക്കിയിട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി നിങ്ങളുടെ ഒരു സാധനം ബേസിക്കലി എനിക്ക് മനസ്സിലായത് ഇവരിങ്ങനെ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ പോയി അവിടെ ചെന്നപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഇവരുടെ ഫ്രസ്ട്രേഷനാണ് ബേസിക്കലി ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അവർ ഉരച്ച് നോക്കിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് എ ബനാന ടോക്ക്. ആക്ച്വലി നിത്യാഭ്യാസി ആന ചുമക്കുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ലാണ്. സ്ഥിരമായിട്ട് ഈ ഒരു സാധനമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അവർക്കത് കാണുമ്പോഴേ മനസ്സിലാവും ഇത് നമുക്കുള്ള മൂല്യമില്ല, വാല്യൂ ഇല്ല, സോ ഇത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടോ. പിന്നെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഉരച്ചിട്ട് എടുക്കത്തില്ലെന്ന് പറയുന്നത് നോക്കിയിട്ട് എടുക്കത്തില്ലെന്ന് പറയുന്നത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് അവർ എടുത്തെങ്കിൽ മാത്രമേ നമുക്കുള്ളൊരു സംതൃപ്തി ലഭിക്കത്തുള്ളൂ. ഇനി ഇതിനകത്ത് ബേസിക്കലി 2 പോസിബിലിറ്റി ആണുള്ളത്. ഒന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാരി അവർക്ക് വെറുതായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ പരസ്യത്തിനകത്തൊരു മിസ്ലീഡിങ് ഉണ്ട്. ഇവർ ഏത് പട്ട് സാരി കൊണ്ടുവന്നാലും ഉരച്ച് നോക്കി വെള്ളം ഉണ്ടെങ്കിൽ അപ്പോഴേ പൈസ തരുമെന്നൊക്കെ ഉള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പരസ്യത്തിലൊരു മിസ്ലീഡിങ് ഉണ്ട്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇവർ അവർക്ക് ആവശ്യമുള്ള സാരി ആയിരിക്കില്ല നമ്മൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇവർ ഈ സാരിയുടെ മറവിൽ വേറെന്തോ വലിയ അധോലോക ബിസിനസ് ആയിരിക്കും നടത്തുന്നത്. എന്താണ് ഇതിലെ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ കണ്ടു നോക്കാം. പരസ്യങ്ങൾ കണ്ടുപോയിട്ട് ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് ഘട്ടൽ മച്ചാൻ്റെ പരസ്യം കാണാം. ഘട്ടൽ മച്ചാൻ അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും, ലക്ഷങ്ങൾ. വിശ്വസിക്കുമോ? കാരണം ഇതുണ്ടോ, സരിത സവിത സംഗീത തിയേറ്റർ ഉണ്ടോ, ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂരിയ ടവർ ഉണ്ട്. ഇവിടെ ഇങ്ങ് വന്നാൽ മതി. ഈ കീറിയ പട്ട് സാരികള്, കസവ് മുണ്ടുകള്, സെറ്റ് സാരികള് ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കുറെ സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാഞ്ചീപുരത്തിൽ കൊടുത്തു നോക്കാം, എത്ര രൂപ കിട്ടും നോക്കാം. അതാണ് ഓക്കെ. ഇവർ അകത്തോട്ടാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അകത്ത് നോക്കാം. ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പോൾ ഉണ്ട്. ചേട്ടാ இந்த സാരിക്ക് എത്ര രൂപ കിടക്കുമെന്ന് ചൊല്ലുമ്പോ അവിടെ നോക്കിയിട്ട് പറയുക. ഓക്കെ சார், இவரை கல்ல உரசும் போது ஒயிட் கலர் வந்ததா ஒரிஜினல் கசவு, ഇവിടെ റെഡ് കളർ വന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് കസവ്. അപ്പൊ നമ്മളൊരു കല്ലിൽ ഉരച്ച് നോക്കണം. വൈറ്റ് കളർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിൽ ഉരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ ഒറിജിനൽ കസവ്. അപ്പൊ ഇത് എന്റെ അമ്മച്ചിയുടെ സാരിയാണ്. ഇത് ഒറിജിനൽ കസവ്. അപ്പൊ ഇത് ഒറിജിനൽ കസവാണ്. ഇത് അടുത്ത് നമ്മൾ നോക്കുകയാണ്. 3-4 സാരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കസവ്. ഇവിടെ കസവ് ഒറിജിനൽ കസവ്. വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ കസവാണ്. ഇവിടെ ഫുള്ളാ ചേരുക. ഇവിടെ 4 സാരിയും 40,000 പോകും സാർ. 40,000
40,000 പോസ്റ്റ്. അപ്പൊ 40,000 കൊണ്ടുവാ. 4 സാരി കൊണ്ടുവന്ന് 40,000 രൂപ. അത് കസവ് കൂടുതലുള്ളതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കല്ല് കാണുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പോകത്തില്ല. കസവ് இருந்தா കുറച്ച് കാശ് கிடைக்கும். ഇവിടെ நிறைய കസവ് இருக்கு. 40,000 പോവാം. അപ്പൊ നമ്മൾ പൈസ മേടിച്ചിട്ടുണ്ട്. അമ്മമാർ അപ്പോൾ അതാണ് ബേസിക് സംഭവം. ഇതിനകത്ത് നിങ്ങൾ കാണേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു പ്രൊമോഷനാണ്. ഈ കടൽ മച്ചാൻ എന്ന് പറയുന്ന പ്രൊമോഷൻ ഉസ്താദാണ്. റോഡിൽ കൂടെ പോകുന്നതിന് മച്ചാനെ ഒരു പ്രൊമോഷൻ, പിന്നെ എന്താ പൈസ എടുക്കുക പ്രൊമോഷൻ. ഈ ഒരു സെറ്റപ്പാണ് കടൽ മച്ചാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പുള്ളിയുടെ പ്രൊമോഷൻസ് ഒന്നും ബേസിക്കലി ഇഷ്ടമല്ല. നമുക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാം എന്നൊരു ഗുണം മാത്രമേ ഉള്ളൂ. അതിനൊന്നും കണ്ണടച്ചൊന്നും ആരുടെയും പ്രൊമോഷൻ വിശ്വസിക്കാൻ പറ്റത്തില്ല. നമ്മൾ കാണുന്ന ഒരു പരസ്യം വിശ്വസിക്കാൻ പറ്റത്തില്ല. ടി വി കാണുന്നതായാലും പോസ്റ്ററിൽ കാണുന്നതായാലും എല്ലാ പരസ്യത്തിനകത്ത് ഒരു ഇച്ചിരി മസാലയൊക്കെ അവന്മാർ ചേർക്കും. അവർക്ക് കച്ചവടം നടക്കണമല്ലോ. അപ്പോൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള സംഭവം നമ്മുടെ കൺമണി പറയുന്നുണ്ടായിരുന്നല്ലോ, ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ളവർ ഇതാക്കുന്നുണ്ടായിരുന്നു. നമുക്കപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ ഒന്ന് ടാക്കിൾ ചെയ്താലോ. സത്യാവസ്ഥ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ പ്രൊമോഷൻ ചെയ്യുന്നവരും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അവരുടെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവർ എന്ത് ചെയ്യണം? ആ നമ്പറിലേക്ക് വിളിക്കണം. അപ്പോൾ നമ്മുടെ കടൽ മച്ചാൻ പറഞ്ഞ ആളെ നമുക്ക് ആദ്യം ഒന്ന് വിളിക്കാം. അപ്പം ഞാൻ വിളിച്ച് സംസാരിച്ച സാധനം ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ച് തരാം. നിങ്ങൾ കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഷോപ്പ് എറണാകുളം കൊറിയൻ തിയേറ്ററിന് സരിത തിയേറ്റർ നേരെ ഓപ്പോസിറ്റ് കൊറിയൻ ടവർ. അല്ല ഈ കൊല്ലത്തിലെ ഷോപ്പുള്ള കൊല്ലത്തിലില്ല. ഓക്കെ, തിരുവല്ല സാർ? ആ തിരുവല്ലയിல இருக்கா? இல்ல சார் தேங்க்யூ. எர்ணாகுளம் மட்டுமா? எர்ணாகுளம் மாத்தம் தான். நாம இது எந்த மாதிரி சாரி எடுக்கும் சார்? எல்லா சாரி பட்டு வெள்ளி கசவா இருந்தா மாத்தம் தான் சார் எடுக்கும். ஓகே ஓகே, அது நமக்கு செக் பண்ண முடியுமா? ஏன்னா இங்க இருந்து அங்க வேற 80 கிலோமீட்டர். ஓகே சார், அதான் சார் சொல்றேன். சாரி பிக்சர் வாட்ஸ்அப்ல சென்ட் பண்ணுங்க, ஒரிஜினல் டூப்ளிகேட் பார்த்து சொல்றேன். ஓகே ஓகே, சரி சார். இது வாட்ஸ்அப் நம்பர் தானா? ഈ നമ്പർ വാട്സ്ആപ്പ്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ. ഓക്കെ, ഇത്രയുള്ള സംഭവം. നമ്മുടെ കടൽ മച്ചാൻ്റെ പ്രൊമോഷൻ്റെ അകത്ത് വന്ന ഫോൺ നമ്പർ ഞാൻ വിളിച്ചതാണ്. നിങ്ങളിപ്പോൾ കേട്ടത് പറഞ്ഞു കേട്ടല്ലോ. അവർ എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത്രയും ദൂരം എന്ന് പറഞ്ഞപ്പോഴത്തേനും നിങ്ങൾ വാട്സപ്പിൽ നിന്ന് അയക്കി, ഞാൻ റേറ്റ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഒരു ഏകദേശം റേറ്റ് പറയും നമ്മുടെ ആ സാരി കാണുമ്പോഴത്തേനും. നമ്മളവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി താഴോട്ടോ മുകളിലോട്ടൊക്കെ പോകും, അത് സ്വാഭാവികം മാത്രം. എന്നിരുന്നാലും നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും, ഈ സാരി എടുക്കുമോ ഇല്ലയോ, കസവ് മാത്രമേ എടുക്കത്തുള്ളൂ എന്നൊക്കെ ആൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള കമ്പാരിസൺ നമുക്ക് വരാം. നമുക്ക് അതിന് മുമ്പ് അടുത്തൊരു മച്ചാൻ്റെ പരസ്യം കാണാം. കടൽ മച്ചാൻ കണ്ടില്ല, ഇനി വീജ മച്ചാൻ്റെ കാണാം. ഞാനേ കുറെ റീൽസ് കാണുന്നുണ്ട്, പട്ടുസാരി കൊടുത്താൽ പൈസ കിട്ടണം. അത് നൂട്ടായ്പാണോ ഇല്ലയോ എന്ന് നമുക്ക് എന്തായാലും അറിയാം. എങ്കിட்ட சாரி இருக்கு, என்னோட அம்மையோட தான். இது வந்து எவ்வளவு ரூபாய் கிடைக்கும் அப்படி சொல்லணும். எடுக்கிறது கசவு கொசரம் தான் எடுக்கும் சேட்டா. அதாவது வெள்ளி கசவு மாத்திரம் தான் எடுக்கும். தேய்ச்சி பார்த்து ஒயிட் கலர் வருது பாத்தீங்களா? ഈ സാരി നല്ല സാരി പൈസ കിട്ടും. ഈ സാരിക്ക് പൈസ കിട്ടും. ഈ സാരി ചെമ്പു കസവാണ്. ഈ സാരി வந்து பாத்தீங்கன்னா 23,000 கிடைக்கும். 23,000. ஆமா. ஓகே, இது வந்து ഈ സാരി 8,000 கிடைக்கும். எந்த ஏரியாவில் இருக்குது? நம்ம பிரான்ச் வந்து பாத்தீங்கன்னா കോട്ടയം, കൊല്ലം, തിരുവല്ല. ഓക്കെ, കോട്ടയം, കൊല്ലം, തിരുവല്ല. അപ്പോൾ കൊല്ലത്ത് ഈ ചേട്ടനുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ ചേട്ടനെ കൂടെ ഒന്ന് വിളിച്ച് നോക്കാം. നമ്മുടെ ഈ വീജ മച്ചാൻ എന്ന് പറഞ്ഞാൽ രാജാതി ബെറ്റിംഗ് ആപ്പിൻ്റെ മെയിൻ ആളാണ്. ഇപ്പോൾ 20 രൂപ കയ്യിലെടുക്കാനില്ലാത്തവന് വരെ ഇപ്പോൾ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കി കൊടുത്ത ടീമാണ് നമ്മുടെ അണ്ണൻ. അപ്പോൾ അണ്ണൻ പറഞ്ഞ പ്രൊമോഷൻ, അണ്ണൻ്റെ പ്രൊമോഷൻ ആയിട്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ഏതായാലും അണ്ണൻ്റെ പ്രൊമോഷൻ ചേട്ടനെ കൂടെ വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോൾ കാണിച്ചുതരാം. ആ കോൾ കണ്ടിട്ടോ. ஹலோ சார், நான் வந்து இன்ஸ்டாகிராம்ல ஒரு ப்ரமோஷன் பார்த்தேன், இந்த சாரி இங்க எடுக்கிறேன்னு. எடுக்கும் சேட்டா. அது நான் வந்து கொல்லம் தான் இருக்கேன். கொல்லத்துல இருக்கா? கொல்லத்துல எம்கே ஃபேப்ரிக்ஸ்ல இருக்கு சேட்டா, பக்கத்துல. கான்வென்ட் ரோட். ஓகே, நான் ஒரு டவுட் கேட்கட்டுமா? நமக்கு எல்லா விதமான சாரிகளும் எடுக்குமா, இல்ல நமக்கு இந்த குவாலிட்டி செக் பண்ண முடியுமா? ചേട്ടാ പ്ലീസ് നേരിലെ കൊണ്ടുവച്ചിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ വിജയ മച്ചാൻ അണ്ണൻ പ്രൊമോഷൻ ചെയ്ത ആള്. ആ പുള്ളിക്ക് പറയാൻ താല്പര്യമില്ല, നേരിട്ട് വാ നോക്കാം എന്നുള്ള സാധനമാണ് പുള്ളി പറയുന്നത്. നേരിട്ട് ചെല്ലുമ്പോഴത്തേനും പുള്ളി ഈ പറയുന്നത് നമ്മളെ ഉടായിപ്പിച്ച് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കമ്പാരിസൺ നടക്കുമ്പോഴത്തേനും ആദ്യത്തെ ആൾ ജെനുവിനായിട്ട് തോന്നി, ആദ്യത്തെ ആൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നു, റേറ്റ് പറയുന്നു, നമ്മൾ പോകുന്നു. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ മറ്റൊരാളെ കൂടെ കണ്ടുപിടിച്ച് നമ്മളൊരു കമ്പാരിസൺ നടത്തിയിട്ട് പോകുന്നു. അപ്പോൾ ഈ ദൂരേന്ന് പോയ ആൾക്കാർ അവിടെ നിന്ന് ശശിയായത് തലച്ചോറ് നമ്മൾ ഉപയോഗിക്കാത്തതുകൊണ്ടല്ലേ. നമ്പർ തരുന്നുണ്ട്, വിളിച്ച് ചോദിച്ച് അവൻ്റെ നിന്ന് സാധനം നമുക്ക് വേണ്ടത് എടുത്തിട്ട് നമ്മൾ ചെയ്യും. ഇപ്പോൾ അവൻ വിളിച്ചിട്ട് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇത് പറ്റത്തില്ല, ഇത്ര രൂപ തരത്തില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാം ഇത് തന്നെ അല്ലാടാ നിനക്ക് ഞാൻ വാട്സപ്പിൽ അങ്ങോട്ട് ഉണ്ടാക്കിയെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ മറ്റവനാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ അവൻ പറയും ഇല്ല സെട്ടാ, ഇത് എടുക്കത്തില്ല സെട്ടാ, ഇത് പോകാതെ സെട്ടാ, ഇത് റേറ്റ് ഇല്ല സെട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ എന്നോട് ഒരു കമ്മിറ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല. ബേസിക്കലി ഇത്തരം സാധനം കാണുമ്പോൾ കുറച്ചൊക്കെ തലച്ചോറ് ഉപയോഗിക്കടേ, എന്നിട്ട് ഓരോന്നിനും പോയി കാണും. ഒരു കോപ്പൻ്റെയും പ്രൊമോഷൻ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരുത്തൻ്റെയും പ്രൊമോഷൻ കാണുക, ഇങ്ങനെ സാധനം ഉണ്ടെന്ന് മനസ്സിലാക്കുക, നിങ്ങളായിട്ട് എൻ്റെ യാഥാർത്ഥ്യം തിരക്കുക, എന്നിട്ട് സംഭവങ്ങൾ ചെയ്യുക. വിശ്വാസം ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. ഒരുത്തൻ്റെയും പ്രൊമോഷൻ വിശ്വസിക്കരുത്.